കാസർഗോഡ് അപകട ഭീഷണിയായി കുന്നിൻ മുകളിലെ ക്രഷർ യൂണിറ്റ്. പാലേക്കൊച്ചിയിലെ സ്വകാര്യ വ്യക്തിയുടെ ക്രഷർ യൂണിറ്റാണ് നാട്ടുകാർക്ക് ആശങ്കയാകുന്നത്. ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ഈ ഘട്ടത്തിലെങ്കിലും ഇത്തരത്തിൽ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മിതികളും യൂണിറ്റുകളുമൊക്കെ പ്രകൃതിക്ക് ഭീഷണിയാകും, വലിയ ദുരന്തത്തിലേക്ക് നയിക്കും എന്നുകൂടി ഓർക്കേണ്ട സമയം കൂടിയാണ്. മഴ കനക്കുമ്പോൾ ആദിയോടെ കഴിയുകയാണ് കാസർകോട്ടെ ഒരു ഗ്രാമം. കോടോംബേളൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട 7-ാം മൈൽ തട്ടുമ്മൽ പാലക്കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ ക്രഷർ യൂണിറ്റാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത്. കുന്നിന് മുകളിലുള്ള ഈ ക്രഷർ യൂണിറ്റിൽ ഭാരമേറിയുള്ള കരിങ്കല്ലുകൾ 250-ലേറെ മീറ്റർ ഉയരത്തിൽ കൂട്ടിയിടുന്നത് ഉരുൾപൊട്ടലിന് കാരണമാകുമെന്ന ആശങ്കയിലാണ് ഇവിടുത്തുകാർ. തലവയൽ, ഏറാടി, ബേളൂർ, കുന്നുവയൽ എന്നീ പ്രദേശങ്ങളിലെ 100ഓളം കുടുംബങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത്. അശാസ്ത്രീയമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റിനെതിരെ അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ കല്ലാണ് ഇപ്പോൾ ഈ ക്രഷറിലിട്ട് അടിക്കുന്നു. പിന്നെ ഇതിന് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അകലെയും ഇതിന്റെ സ്പർശം നമ്മളെ നെഞ്ചത്തേക്ക് അടിക്കും. അതേപോലെ ഈ കല്ലെല്ലാം ഊരി വീണ് കഴിഞ്ഞാൽ നമ്മളെ ശരിക്കും വയനാട് തന്നെ ആവും ഇത്. ചെറിയ രീതിയിൽ ആരംഭിച്ച ക്രഷർ പിന്നീട് കുന്നിൻ മുകളിലെ ഏക്കർ കണക്കിന് സ്ഥലമേറ്റെടുത്ത് കുന്നിടിച്ച് നിരപ്പാക്കിയ ശേഷമാണ് പ്രവർത്തനം വിപുലീകരിച്ചത്. പ്രദേശത്ത് 1 ലക്ഷത്തോളം ലിറ്റർ ജലം സംഭരിക്കാൻ കഴിയുന്ന ടാങ്ക് നിർമ്മിച്ചതും പ്രദേശവാസികളിൽ ഭീതി ഉയർത്തുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ ചെറിയൊരു ടാങ്ക് കെട്ടുന്ന അറിഞ്ഞുകൊണ്ട് ഈ കാസർഗോഡ് ജില്ലയിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു വലിയ ബോളർ കല്ല് അടിക്കേണ്ട ഒരു സംവിധാനമാക്കി നമ്മൾ താഴെ എത്രയോ ഒരു 3 കിലോമീറ്റർ ദൂരത്തേക്ക് വരെ ഇവിടേക്ക് ഈ ക്രഷർ പ്രവർത്തിക്കുമ്പോൾ നമ്മളെ കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ സ്പർശനം നമുക്ക് വരുന്നുണ്ട്. ഒരു 5 കൊല്ലം സ്റ്റോക്ക് ചെയ്യുന്ന കല്ലുകൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 5 കൊല്ലം ഇവർക്ക് പൊട്ടിക്കാൻ പറ്റുന്ന കല്ലുകൾ. മഴ കനക്കുമ്പോൾ പ്രദേശത്തേക്ക് മഴവെള്ളത്തോടൊപ്പം കുന്നിടിച്ച് നിരത്തിയ സ്ഥലത്തെ മണ്ണും മരങ്ങളും കടപൊഴുകി ചെറിയ ചാലുകളിലൂടെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒലിച്ചിറങ്ങുന്നതും അപകടം വിളിച്ചു വരുത്തുകയാണ്. മഴ ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് ക്രഷർ മാറ്റി സ്ഥാപിച്ച് കരിങ്കല്ലുകൾ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കെ വി ബൈജു, ന്യൂസ് 18, കാസർഗോഡ്.